ഒറ്റക്കാഴ്ചയിൽ സാധാരണക്കാരായ സിറ്റിയിൽ താമസിക്കുന്ന വിവാഹിതരായ ദമ്പതികൾ. മുന്നോട്ടു പോകുന്തോറും കഥാവഴിയെ ആകെ മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ പ്രേക്ഷകനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്നു, വല്ലാതെ ഭയപ്പെടുത്തുന്നു. ഇതാണ് രണ്ടു വാക്കിൽ പറഞ്ഞാൽ ഇണ എന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ഷോർട്ട് ഫിലിം. ഉണ്ണിയും സുധയും തങ്ങൾക്ക് തങ്ങൾ മാത്രം എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ദമ്പതികളാണ്. സുധയ്ക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ട്. ഭർത്താവായ ഉണ്ണിക്ക് അതിനെക്കുറിച്ച് അറിയുകയും ചെയ്യാം. അയാൾ അവരുടെ കൂടെ നിൽക്കുകയാണ്. കൂടെ നിൽക്കുക എന്ന് പറയുമ്പോൾ അവരുടെ മാനസിക വൈകല്യത്തെ ചികിത്സിച്ച് ഭേദമാക്കുക എന്ന് തെറ്റിദ്ധരിച്ചു കളയരുത്. അവിടെയാണ് പ്രേക്ഷകന്റെ മുൻവിധിയെ മാറ്റിവെക്കുന്ന ട്വിസ്റ്റുകൾ ഉണ്ടാകുന്നത്. പ്രേക്ഷകനെ അക്ഷരാർത്ഥത്തിൽ ആകാംക്ഷയുടെ കൊടുമുടി കയറ്റി കർട്ടനിടുകയാണ് സംവിധായകൻ. തന്റെ ചുറ്റുമുള്ളവരുടെ മനോവികാരങ്ങളൊന്നും സ്വാർത്ഥത മാത്രം പേറിയ മനസ്സിനുടമയായ സുമയുടെ കണ്ണിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഭർത്താവിനെ അവളുടെ ഈ മനോരോഗത്തിന് തക്കതായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ആനന്ദം കണ്ടെത്തുകയാണവൾ. രാഹുൽ ജാനകി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സൈക്കോളജിക്കൽ ത്രില്ലർ ഹ്രസ്വചിത്രമാണ് ഇണ. യൂട്യൂബിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ഷോർട്ട് ഫിലിം ഇതിനോടകം 2000-ലധികം ആളുകൾ കണ്ടുകഴിഞ്ഞു. രാഹുൽ ആദ്യമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രമാണ് ഇണ എങ്കിലും ഇതിനോടകം പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. 18-ാം പടി എന്ന ചിത്രത്തിൽ നായകന്റെ കൂട്ടുകാരിലൊരാളായി ശ്രദ്ധേയമായ വേഷം അവതരിപ്പിച്ച അമ്പി പ്രദീപാണ് ഷോർട്ട് ഫിലിമിൽ നായക വേഷത്തിലെത്തുന്നത്. 18-ാം പടിയിൽ അമ്പി അവതരിപ്പിച്ച ആറ്റുകാൽ സുരയെ ആരും പെട്ടെന്നൊന്നും മറക്കില്ല. അനൂപ് മേനോൻ, സുരഭി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ പത്മ എന്ന ചിത്രത്തിലും ഖൽബ്, വത്സല ക്ലബ്ബ് എന്നീ ചിത്രങ്ങളിലും അമ്പി പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. സുധയായെത്തി ഭാവപകർച്ച നടത്തിയ കാവ്യ രാമചന്ദ്രന്റെ അഭിനയം എടുത്തു പറയേണ്ടതുണ്ട്. നിരവധി ഫോളോവേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയ താരമാണ് കാവ്യ. നെഹൽ മുബാറക് ക്യാമറ കൈകാര്യം ചെയ്ത ഇണയുടെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ഉല്ലാസ് പീട്ടിയാണ്. നിരവധി സിനിമകളിൽ സഹസംവിധാനം നിർവഹിച്ച ജിബിൻ ജോയ് ആണ് ഇണയുടെ സഹസംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഇണയുടെ യൂട്യൂബ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്.